ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളായി നമ്മൾ ആർട്ടിക്കിൾസിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എവിടെയെന്നാണ്, ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ 3 പോയിന്റുകൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. വരും, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസിന് മുൻപിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. നോ ആർട്ടിക്കിൾ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരാളിന്റെ പേര്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് രാമു, മറ്റൊരു എക്സാമ്പിൾ ഉണ്ട് സിനാൻ, ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം മുഹമ്മദ്, റിയാസ്. ഇതൊക്കെ പ്രോപ്പർ നൗണുകളാണ്. ആ പ്രോപ്പർ നൗൺസിന്റെ മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെയാണ് ഒമിഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. AR രാജരാജവർമ്മ ഈസ് ഡാഷ് പാണിനി ഓഫ് മലയാളം ഗ്രാമർ. മലയാളം ഗ്രാമറിലെ പാണിനി എന്നാണ് ആരെ അറിയപ്പെടുന്നത്? AR രാജരാജവർമ്മ. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ വേണോ വേണ്ടയോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എന്താണ് കാരണം? AR രാജരാജവർമ്മ എന്നത് പ്രോപ്പർ നൗൺ ആണ്. AR രാജരാജവർമ്മ എന്ന ഈ പ്രോപ്പർ നൗണിന്റെ മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ വേണ്ട. എന്താണ് കാരണം? ഇതൊരു പ്രോപ്പർ നൗൺ ആണ്. എന്നാൽ AR രാജരാജവർമ്മയെ മലയാളം ഗ്രാമറിന്റെ പാണിനി എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രോപ്പർ നൗണിനെ മറ്റൊന്നിനോട് ഉപമിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ വേണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഒരിടത്ത് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല ഈ പ്രോപ്പർ നൗണിന് മുന്നിൽ. എന്നാൽ ഈ പ്രോപ്പർ നൗണിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് ആർട്ടിക്കിൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇനി മറ്റൊന്ന്, സിനാൻ ഈസ് ആൻ ഇന്റലിജന്റ് ബോയ്. ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിനാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോപ്പർ നൗൺ ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. പ്രോപ്പർ നൗണിന്റെ മുന്നിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഒമിഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണ്ട? നോ ആർട്ടിക്കിൾ. അവിടെ ആർട്ടിക്കിൾ വേണ്ട. വള്ളത്തോൾ ഈസ് നോൺ ആസ് എ ഡാഷ് വാൽമീകി ഓഫ് മലയാളം ലിറ്ററേച്ചർ. എന്നാൽ ഈ സെന്റൻസ് നോക്കൂ, വള്ളത്തോളിനെ മലയാളം ലിറ്ററേച്ചറിലെ വാൽമീകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വള്ളത്തോൾ എന്ന പ്രോപ്പർ നൗണ് മറ്റൊന്നിനോട് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉപമിച്ചിരിക്കുന്നു. അതിനാൽ ഈ നൗണിന് മുന്നിലായിട്ട് ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ വേണം. എന്നാൽ വള്ളത്തോൾ എന്നതിന് മുന്നിൽ എന്ത് വേണ്ട? നോ ആർട്ടിക്കിൾ. അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. മറ്റൊന്ന് നോക്കാം. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് സബ്സ്റ്റൻസസ് ഓർ അബ്സ്ട്രാക്റ്റ് നൗൺസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ജനറൽ സെൻസ്. ജനറൽ സെൻസിൽ എന്തുപയോഗിച്ചാൽ? സബ്സ്റ്റൻസുകളുടെ പേരുകൾ ഉപയോഗിച്ചാൽ, അബ്സ്ട്രാക്റ്റ് നൗണുകൾ ഉപയോഗിച്ചാൽ അവിടെ നമുക്ക് ആർട്ടിക്കിളിന്റെ ഉപയോഗം ഇല്ല. എക്സാമ്പിൾ നോക്കൂ, ഗോൾഡ്. ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രീഷ്യസ് മെറ്റൽ ആണ്, വാല്യൂ ഉള്ള മെറ്റൽ ആണ്. ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ പേരാണ്. ഇത് ജനറൽ സെൻസിലാണ് ആ ഗോൾഡിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് ആവശ്യമില്ല? ആർട്ടിക്കിൾ വേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്നാൽ ഡാഷ് ഗോൾഡ് ചെയിൻ ഹി പർച്ചേസ്ഡ് ഫോർ ഹിസ് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ ഗോൾഡ് ചെയിൻ, ഗോൾഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പർട്ടിക്കുലർ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നൗൺ ഗോൾഡ് എന്ന് പറയുന്ന ഈ നൗണിനെ പർട്ടിക്കുലർ സെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആ ഗോൾഡ് ചെയിൻ വാങ്ങിച്ചത്, പർച്ചേസ് ചെയ്തത് അയാളുടെ വൈഫിന് വേണ്ടിയാണ്. അത് ബ്യൂട്ടിഫുൾ ആയ ഒരു മെറ്റലാണ്. അതൊരു നൗൺ. ആ നൗൺ എന്ന് പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ സെൻസിൽ ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ്. എന്നാൽ തൊട്ട് മുകളിലത്തെ എക്സാമ്പിളിൽ ആ ആർട്ടിക്കിൾ വേണ്ട. അവിടെ ഗോൾഡ് എന്ന് പറയുന്നത് ജനറൽ സെൻസിലും, രണ്ടാമത്തേതിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ സെൻസിലും ഉപയോഗിച്ചത് കൊണ്ടാണ്. മറ്റൊരു എക്സാമ്പിൾ, സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ചർച്ച്, ടെമ്പിൾ എന്നിവയെല്ലാം പ്രൈമറി പർപ്പസിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനു മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ
ഏതിനു മുന്നിലായിട്ട്? സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ചർച്ച്, ടെമ്പിൾ. അത് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു? വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ പ്രൈമറി പർപ്പസസ്. ഇപ്പൊ പ്രൈമറി പർപ്പസസിലേക്ക് വേണ്ടിയാണ് ഇവ ഉപയോഗിച്ചാൽ അതിന് മുന്നിൽ എന്ത് വേണ്ട? ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. എക്സാമ്പിൾ, ഹി ഗോസ് ടു ഡാഷ് സ്കൂൾ റെഗുലാർലി. റെഗുലർ ആയിട്ട് അവൻ സ്കൂളിൽ പോകുന്നു. അതെന്താ? അവിടുത്തെ പ്രൈമറി പർപ്പസ് പഠിക്കുക എന്നതാണ്. അതിനാൽ ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഗോസ് ടു ദ സ്കൂൾ റെഗുലർലി, അത് പ്രൈമറി പർപ്പസ് ആണ്. എന്നാൽ അടുത്ത് നോക്കൂ, he went to dash school to get his certificates attested. ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ട് ആർട്ടിക്കിൾ ഉപയോഗിക്കണോ വേണ്ടയോ? എല്ലാ പരീക്ഷകൾക്കും വരാം. അവിടെ നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. കാരണം റെഗുലർ ആയിട്ട് സ്കൂളിൽ പോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോയിരിക്കുന്നു. അതിനാൽ ഇവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? സ്കൂളിൽ പോയിരിക്കുന്നത് പ്രൈമറി പർപ്പസിലേക്ക് വേണ്ടിയല്ല, സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് കിട്ടുക എന്നതാണ്. അതിനാൽ ഇവിടെ നമുക്ക് അതൊരു പർട്ടിക്കുലർ പർപ്പസ് ആണ്. അതിനാൽ ഇവിടെ നമുക്ക് എന്ത് വേണം? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? ഹി ഗോസ് ടു, ക്ഷമിക്കണം, ഇവിടെ നമുക്ക് എന്ത് വേണ്ട? നോ ആർട്ടിക്കിൾ. കാര്യം എന്താ? ഹി ഗോസ് ടു സ്കൂൾ. ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. പറഞ്ഞ സ്പീഡിൽ വന്നുപോയതാണ്. ഇവിടെ ആർട്ടിക്കിൾ എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. ഹി ഗോസ് ടു സ്കൂൾ എന്ന് മതി. ഇവിടെ ആർട്ടിക്കിൾ വേണ്ട. കാരണം എന്താ? പ്രൈമറി പർപ്പസ് ആണ്, പഠിക്കുക എന്നതാണ്. റെഗുലറായി സ്കൂളിൽ പോകുന്നു. ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. നോ ആർട്ടിക്കിൾ is used here. But here we use what? The definite article the before this noun school. Why? We go to school for what purpose? To get a certificate attested. ഇത് particular purpose ആണ്. അതിനാൽ ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ക്ലാസ് ആണ് ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച. ഇനി ഇതിലെ ഒമിഷൻസ് നമുക്കൊരു 3 പോയിന്റോടെ പഠിക്കണം. അത് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും താങ്ക്സ്.